കേരളത്തിൽ കാലവർഷമെത്തി 14 ജില്ലകളിലും യെല്ലോ അലേർട്ട് ഉണ്ട്. കേന്ദ്ര കാലാവസ്ഥാ വകുപ്പാണ് ഇക്കാര്യം അറിയിച്ചത്. ജിബിൻ ജെബി വിവരങ്ങളുമായി ചേരുകയാണ്. ജിബിൻ, അതായത് വേനൽ മഴയും കാലവർഷവും തമ്മിൽ ഒരു ഇടവേളയുമില്ലാതെ ഇനി പെരുമഴക്കാലമാണ്. തന്നെയാണ് ഇപ്രാവശ്യം വളരെ നേരത്തെയാണ് ഈ കാലവർഷം എത്തിയിരിക്കുന്നത്. ഇപ്പോഴാണ് കാലാവസ്ഥാ നിരീക്ഷണ വകുപ്പ് ഈ കേരളത്തിൽ കാലവർഷം എത്തി എന്നുള്ള വിവരം ഔദ്യോഗികമായി പ്രഖ്യാപിച്ചിരിക്കുന്നത്. പതിവിലും വിപരീതമായി ഇത്തവണ ഈ മെയ് മാസത്തിൽ തന്നെയാണ് കാലവർഷം എത്തിയിരിക്കുന്നത്. നമുക്കറിയാം, നിലവിൽ കേരളത്തിൽ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള 14 ജില്ലകളിലും യെല്ലോ അലർട്ടാണ് നിലവിലുള്ളത്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി സംസ്ഥാനത്ത് വേനൽ മഴയാണ് ഉണ്ടായിരുന്നത്. ഈ ഒരു വേനൽ മഴയിൽ തന്നെ തിരുവനന്തപുരം, കൊച്ചി ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ വലിയ രീതിയിലുള്ള വെള്ളക്കെട്ടൊക്കെ തന്നെ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്ന് ഇപ്പോൾ എന്തായാലും ഈ കാലവർഷം കൂടി എത്തിയ സാഹചര്യത്തിൽ വലിയൊരു മഴയ്ക്കാണ് സാധ്യത. നിലവിലിപ്പോൾ തിരുവനന്തപുരം ജില്ലയുടെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ തിരുവനന്തപുരത്ത് ഇന്നലെയുള്ള മഴയൊക്കെ മാറി മേഘമൊക്കെ തന്നെ ശാന്തമാണ്. അതുകൊണ്ട് ഇന്നലെ കയറിയ വെള്ളമൊക്കെ തന്നെ ഇറങ്ങുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. പക്ഷേ കൊച്ചിയിലേക്ക് എത്തുകയാണെന്നുണ്ടെങ്കിൽ കൊച്ചിയുടെ പല പ്രദേശങ്ങളിൽ ഇപ്പോഴും വെള്ളം ഉണ്ട്. അതുകൊണ്ട് തന്നെ ഈ കാലവർഷം കൂടി എത്തുന്ന സാഹചര്യത്തിൽ എന്താകും സ്ഥിതി എന്നുള്ള കാര്യം സ്ഥിതി രൂക്ഷമാകാനാണ് സാധ്യതയുള്ളത്. എന്തായാലും കാലാവസ്ഥാ നിരീക്ഷണ വകുപ്പ് ഇപ്പോൾ വലിയ രീതിയിലുള്ള മുന്നറിയിപ്പുകൾ നൽകിയിട്ടുണ്ട്. മത്സ്യബന്ധനത്തിനൊക്കെ തന്നെ മത്സ്യബന്ധനത്തിന് പോകുന്നവർക്കൊക്കെ തന്നെ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ മലയോര മേഖലകളിൽ പ്രത്യേകിച്ച് വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലേക്ക് പോകുന്നതിനൊക്കെ തന്നെ ഇപ്പോൾ മാർഗ്ഗനിർദ്ദേശമൊക്കെ തന്നെ പുറപ്പെടുവിച്ചിട്ടുണ്ട്. വലിയ രീതിയിലുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാഹചര്യം കണക്കിലെടുത്താണ് ഇത്തരത്തിലുള്ള നിർദ്ദേശം നൽകിയിട്ടുള്ളത്. എന്നാലും ഈ ഒരു കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി നീണ്ടുനിന്ന ഈ ഒരു വേനൽ മഴയിൽ തന്നെ തിരുവനന്തപുരത്ത് വലിയ രീതിയിലുള്ള പ്രശ്നങ്ങളാണ്. വെള്ളക്കെട്ടൊക്കെയാണ് പല ഭാഗത്തും രൂപപ്പെട്ടിരുന്നത്. ഇന്നലെയും തിരുവനന്തപുരം നഗരത്തിൻ്റെ പല പ്രദേശങ്ങളിൽ പ്രത്യേകിച്ച് എടുത്ത് പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ ആമേഴ്ജാൻ തോടിൻ്റെ പ്രദേശങ്ങൾ, കിള്ളിയാറിൻ്റെ സമീപത്തുള്ള പ്രദേശങ്ങൾ, തിരുവനന്തപുരം നഗരത്തിലെ തന്നെ റെയിൽവേ സ്റ്റേഷന് മുന്നിൽ പഴവങ്ങാടി, ചാല ഉൾപ്പെടെയുള്ള മേഖലകളിലൊക്കെ തന്നെ വെള്ളം പോകുന്ന സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. സ്മാർട്ട് സിറ്റി പദ്ധതിയുടെ ഭാഗമായി പണി നടക്കുന്ന പ്രദേശങ്ങളിലും ഈ ഓട നിറങ്ങിക്കൊണ്ട് ഓടയിലൊക്കെ തന്നെ പണി നടക്കുന്ന സാഹചര്യം ഉള്ളതുകൊണ്ടാണ് ഈ ചാല, പഴവങ്ങാടി പ്രദേശങ്ങളിൽ അവിടെ വെള്ളം പോകുന്നത്. പിന്നീട് ഈ ആമഴഞ്ചാൻ തോടിൻ്റെ ഭാഗത്തേക്ക് എത്തുകയാണെന്നുണ്ടെങ്കിൽ അവിടെയും ഈ തോട്ടിലൊക്കെ തന്നെ മാലിന്യങ്ങൾ നിറഞ്ഞു കിടക്കുന്നതുകൊണ്ട് അവിടെയും വെള്ളം പൊങ്ങുന്ന ഒരു സാഹചര്യമുണ്ട്. എന്തായാലും ഈ കാലവർഷം കൂടി എത്തുന്ന നിലയിൽ തിരുവനന്തപുരത്തെ സ്ഥിതിഗതികൾ എന്താകുമെന്നുള്ള കാര്യം എല്ലാവരും ജാഗ്രതയോടെയാണ് കാത്തിരിക്കുന്നത്. ജിബിനാണ് വിവരങ്ങൾ നൽകിയത്. കേരളത്തിൽ കാലവർഷമെത്തി 14 ജില്ലകളിലും യെല്ലോ മുന്നറിയിപ്പ്. നല്ല മഴയാണ് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം പ്രവചിക്കുന്നത്.